ചിലപ്പോ വലിയ പോക്കിരികളായ തമ്മാടികളായ കണ്ടവരെയൊക്കെ കൈകൊണ്ടോ നാവുകൊണ്ടോ ഒക്കെ ദ്രോഹിച്ച് നടക്കുന്ന ആളുകൾ അവര് വിചാരിക്കും ഞാൻ എത്ര കാലം ഇങ്ങനെ നടക്കും, എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നവും എന്നെ ബാധിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, അള്ളാഹു എന്നെ അങ്ങനെ നീട്ടിത്തന്നത് ഞാനൊരു കുറ്റവാളിയോ അക്രമിയോ അനീതിയോ ആകാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കുകയും ഈ ചെയ്യുന്ന തോന്നിവാസങ്ങളിലും അക്രമങ്ങളിലും അന്യായങ്ങളിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്നാൽ അത് അള്ളാഹു എനിക്ക് ചെയ്തു തന്ന നിയമത്തോ ഞാൻ ചെയ്യുന്ന അക്രമത്തിനും അനീതിക്കുമുള്ള സഹായമോ അല്ലെങ്കിൽ അതിന്റെ ഗൗരവക്കുറവോ ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് ഓതി പിന്നെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് വിശദീകരിച്ചു. ഇന്നല്ലാഹ ലയുംലി ലിൽസാലിം, അക്രമിയായ അനീതി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സാവകാശം നൽകും. എല്ലാ അക്രമിയെയും ദുനിയാവിൽ അപ്പം തന്നെ പിടിച്ചു കുഴിച്ചു മൂടുക ശിക്ഷിക്കുകയല്ല. അള്ളാഹു അവന് അംഹല നീട്ടിക്കൊടുക്കുക, ആയുസ് സമയം നീട്ടിക്കൊടുക്കും. അക്രമം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു ഒരു അക്രമം ചെയ്താൽ അപ്പം തന്നെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂലോകത്ത് ആരുണ്ടാവില്ല എന്ന് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫൈദാ അഖദഹു ലം യുഫ്ലിതുഹു, എന്നാൽ അങ്ങനെ അവധി നീട്ടിക്കൊടുക്കും. അന്യായം ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ, എന്നാൽ ഒരു പിടുത്തം അള്ള പിടിക്കും. ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ലം യുഫ്ലിതുഹു, അവനെ അള്ളാഹു രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. പിന്നെ പോക്കിരിത്തരം നടക്കൂല അള്ളഹാനോട്. ആ പിടുത്തം പിടിച്ചാൽ പിന്നെ അവിടെ കിടന്നത് തന്നെ. തുമ്മ ഖറഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഹൂദിലെ 102 ആയത്ത് ഓതിക്കേൾപ്പിച്ചു. അതെന്താ? വകദാലിക്, ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാൻ പൂർവികരായ ആളുകൾക്കുണ്ടായ ശിക്ഷയെ സംബന്ധിച്ച്, ദുനിയാവിൽ നൽകിയ ശിക്ഷയെ സംബന്ധിച്ച്, വകദാലിക്, അങ്ങനെയാണ് അഖ്ദു റബ്ബിക, നിന്റെ റബ്ബിന്റെ അഖ്ദ് എന്ന് പറഞ്ഞാൽ പിടിക്കുക സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ അഖ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടുക എന്നാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പിടികൂടൽ. ഇദാ അഖദൽ ഖുറാ വഹിയ ലാലിമത്തുൻ, അന്യായം പ്രവർത്തിച്ച, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അന്യായം അക്രമം പ്രവർത്തിച്ച ഒരു ഗ്രാമത്തെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമക്കാരെ, ഒരു നാട്ടിൽ അന്യായവും അക്രമവും പ്രവർത്തിക്കുന്ന ആളുകളെ ആ നാടടക്കം അള്ളാഹു പിടികൂടി ശിക്ഷിച്ചാൽ, അങ്ങനെ നാടടക്കം ഭൂമിയിലേക്ക് ആഴ്ത്തിയ അടിമേൽ മറിച്ച പല സമൂഹങ്ങളെയും നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദുൻ, അള്ളാഹുവിന്റെ പിടുത്തം വളരെ വേദനയുള്ളതും കടുത്തതുമാകുന്നു എന്ന ആയത്ത് ഓതിക്കേൾപ്പിച്ചു ഈ ഹദീസിന് ശേഷം. അപ്പോൾ എന്താണ്? ലയുംലി, അക്രമിക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കാം. അപ്പൊ അത് എനിക്ക് അള്ളാഹു തന്ന അംഗീകാരമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തിന്മയല്ല, ഇതിനൊന്നും കുഴപ്പമില്ല, അള്ളാഹു എനിക്ക് ആയുസ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകാം എന്നാരും വിചാരിക്കേണ്ടതില്ല.